ഓക്കെ അല്ലേ മച്ചാമാരെ? നമ്മളിപ്പോൾ നമ്മുടെ ടൂർണമെൻറ്റിനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെല്ലാനം. നമ്മുടെ എറണാകുളം ചെല്ലാനത്തിലാണ് വന്നിരിക്കുന്ന പുഴയിലാണ്. ഇതാണ് നമ്മുടെ ഹാർബർ. നമ്മുടെ ഹാർബർ വെച്ച് നോക്കുകയാണെങ്കിൽ ഉളപ്പൻ ഹാർബറാണ് കേട്ടോ. നല്ല ഏരിയ ഉണ്ട്, നല്ല കുഴി, നല്ല അട്ടിക്ക്, നല്ല കിടക്കും, പാറയെടുക്കും എല്ലാം നല്ല പൊള്ളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൂറിസ്റ്റായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എറിയാൻ പോകുന്നത് പാരാമാജിക്കിൻ്റെ ലൂറാണ്. അറിയിൽ വന്നിട്ട് ഷിമാനോര സെഡോണയാണ്. റോഡ് വന്നിട്ട് ഫാൻറ്റം സ്നാപ്പറാണ്. എന്തായാലും നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നിർഭാഗ്യം പിടിച്ചൊരു ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഫിഷിങ്ങിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ദിവസം അന്നായിരുന്നു. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. നമ്മൾ കാസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നതും 1 മണിക്കൂർ 1.5 മണിക്കൂർ ഫുള്ള് മഴയായിരുന്നു. പിന്നെ നമ്മുടെ ജേഴ്സി ലോഞ്ചിങ് ഇവിടെ വെച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ച് കിട്ടി. പിന്നെ എന്തായാലും പങ്കെടുക്കുക, അറ്റൻഡ് ചെയ്യുക, എന്താണെന്നുള്ള ഏരിയകൾ കാണുക, അങ്ങനെ സ്പോട്ടുകൾ കാണുക, ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമ്മൾ കണ്ടു, വളരെ ഹാപ്പിയായി. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ടൂർണമെൻറ്റിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് തലവട്ടം കണ്ട് നമ്മൾ പയ്യെ കയറി. ഡോൾഫിൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഇവിടെ വന്നിട്ട് മീനടി കുറവായതുകൊണ്ട് പിന്നെ നമ്മൾ അടുത്ത പുലിമുട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ വേളാങ്കണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളവിടുത്തെ മുക്കണ്ണം പാറയാണ് കല്ലത്ത് ഇവിടുത്തെ മുക്കണ്ണം പാറ അടിപൊളി ക്രിയേഷൻ കേട്ടോ. പക്ഷേ ഇതൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിങ് ആയതുകൊണ്ട് സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടോ, നമ്മളവിടുത്തെ മുതലപ്പുഴയിലെ കണക്കല്ല ഇവിടുത്തെ കല്ലുകൾ കിടക്കുന്നത്. എന്തായാലും വെറൈറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല സ്പോട്ടായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് കടലിൻ്റെ അകത്ത് താമസം തുടങ്ങി. താമസക്കാരായത് വേറെ ആരുമല്ല, ഡോൾഫിൻ ആയിരുന്നു. ഒരു 10-15 ഡോൾഫിൻ ഉണ്ടായിരുന്നു. ഡോൾഫിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ നിന്നൊരു നെത്തോലി പോലും പിടിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെ നമ്മൾ അടുത്ത പുലിമുട്ടിലോട്ട് വന്നത് അതുകൊണ്ടാണ്. പിന്നെ 1-2 പേർക്ക് തേടും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നല്ലാതെ വേറെ നമുക്ക് വലിയ മീനൊന്നും നമ്മൾ പോയി പ്രതീക്ഷിച്ച കണക്കത്തൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇവിടെ ഇങ്ങനെ അടിച്ചു നോക്കണം. ഇവിടെ അടിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ പറയുകയാണ്. പിന്നെ ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇനി അടിച്ചു നോക്കണം. അടിച്ചു നോക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെയും കാണുന്ന തലകളും തലവട്ടങ്ങളും. സംഭവം വേറെ ആരുമല്ല, ഡോൾഫിൻ തന്നെയാണ്. ഇനി എന്താവുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം.